എല്ലാവർക്കും നമസ്കാരം. ലൈവ് ലൈറ്റ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഷാൻഡി ജോസഫ് തട്ടകത്ത് എന്ന പൊതുപ്രവർത്തകനെയാണ്. ലൈവ് ലൈറ്റ് പരിചയപ്പെടുത്താതെ തന്നെ മാള നിവാസികൾക്ക് എല്ലാവർക്കും അറിയാം ഇദ്ദേഹം ആരാണെന്നുള്ളത്. ഇദ്ദേഹം ഇപ്പോൾ ലൈവ് ലൈറ്റിൽ ഇരിക്കാനുള്ളൊരു കാരണം, കഴിഞ്ഞ ദിവസം മാള ഗ്രാമപഞ്ചായത്ത് മാള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഈ വരുന്ന ദിവസങ്ങളിൽ താൽക്കാലികമായിട്ട്, അതായത് ഡെയിലി വേജസിൽ ഒരു ഡോക്ടർ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം അതിനൊരു മുൻകൈ എടുത്തുകൊണ്ടാണ് ആ ഒരു ഡോക്ടർ വരാൻ പോകുന്നു എന്നാണ് ഇദ്ദേഹം ഒരു പോസ്റ്റ് ചെയ്യപ്പെട്ടതും. അതുപോലെ തന്നെ പഞ്ചായത്തിൽ രേഖ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ഡോക്ടർ വരണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. പഞ്ചായത്ത് ഒരിക്കലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ആയതുകൊണ്ട് മാത്രം ഇന്നലെ ഷാൻഡി ജോസഫ് എന്ന പൊതുപ്രവർത്തകനെ പഞ്ചായത്ത് എട്ടുകാലും അമ്മൂഞ്ഞ് എന്ന രീതിയിൽ ഒരു അവഹേളിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അത് നമ്മളെല്ലാവരും കണ്ടതാണ്, കേട്ടതാണ്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഷാൻഡി ജോസഫിനെ കാണാനെത്തിയത്. നമസ്കാരം. നമസ്കാരം. ആദ്യമായിട്ട് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ പറയുന്ന താങ്കൾ പോസ്റ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരു വാർത്തയാണത്. അതായത് സംസ്ഥാനത്ത് തന്നെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്ന ഏക സാമൂഹികാരോഗ്യ കേന്ദ്രമാണ് മാള. 500-ൽ പരം രോഗികൾ വരുന്ന മാള സർക്കാർ ആശുപത്രിയിൽ ആവശ്യമായ ഡോക്ടർമാരെ സർക്കാർ തലത്തിൽ നിയമിക്കുന്നതുവരെ ഒരു ഡോക്ടറെ താൽക്കാലികമായി മാള ഗ്രാമപഞ്ചായത്ത് വെക്കണമെന്ന ആവശ്യം മാള സർക്കാർ ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലും മാള ഗ്രാമപഞ്ചായത്ത് അധികൃതരോടും ഞാൻ കത്ത് നൽകി ആവശ്യപ്പെട്ടിരുന്നു. ഇത് സത്യമാണോ? ഞാൻ നൽകിയെന്ന് പറയുന്ന കത്ത് 14/2 ഈ കത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനടക്കം നൽകിയിട്ടുണ്ട്. ആ 14/2 ഞാൻ കത്ത് നൽകിയത്, ഒരു 4 പേജുള്ള കത്ത് നൽകിയത്. അത് പറയുമ്പോൾ ആദ്യം തന്നെ മാള ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ശരി. മാള ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് 113 വർഷം പഴക്കമുള്ളൊരു ഹോസ്പിറ്റലാണ്. നമ്മുടെ ഈ അടുത്ത് സമീപഭാഗത്തുള്ളതിൽ ഏറ്റവും പഴക്കമുള്ള ഒരു ഹോസ്പിറ്റലാണ് മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള കെ കരുണാകരൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അത് ആ പേര് തന്നെ കെ കരുണാകരൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്നാണ്. അപ്പോൾ ആ ഹോസ്പിറ്റൽ ഇപ്പോൾ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമാണ്. അപ്പോൾ അവിടെ വരുന്ന രോഗികളുടെ ഒരു ഡാറ്റ നമ്മൾ നോക്കുമ്പോൾ 500-600 രോഗികൾ വരുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഞാൻ പഠിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലെ ഒരു മെമ്പറായിരുന്നു. MLAയുടെ നോമിനി ആയിട്ട് MLA നിർദ്ദേശിച്ച പ്രകാരം ഞാൻ അവിടെ പോയിരുന്നു. അവിടെ പോയിരിക്കുക, കുറച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾ വരും, ചായ കുടിക്കുക, അല്ലെങ്കിൽ ഒരു പരിപ്പൂട കഴിക്കുക, അവിടെ കണക്കുകൾ അവതരിപ്പിക്കുക, അങ്ങനെ ഒരു രീതിയിലാണ് പോകുന്നത്. കാരണം മറ്റൊന്നും അവിടെ ചെയ്യാനില്ല. അവിടുത്തെ കണക്കുകൾ അവതരിപ്പിക്കുക. അവിടെ ചെന്ന് ഒരു വർഷം കഴിഞ്ഞ് അവിടുത്തെ കാര്യങ്ങൾ പഠിച്ചു വന്നപ്പോഴാണ് അവിടുത്തെ ഗൗരവം മനസ്സിലാവുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റൽ സന്ദർശിക്കുന്ന ആളാണ്. ചികിത്സയൊന്നും എനിക്ക് അവിടെ ഇല്ല. മാള ഹോസ്പിറ്റലൊന്നും എൻ്റെ ചികിത്സയ്ക്കൊന്നും ഞാൻ പോകാറില്ല. ചികിത്സയ്ക്ക് പോകാൻ പറ്റുമായിരിക്കും, എപ്പോഴെന്നറിയാമോ? ആ നിലവാരത്തിൽ ഹോസ്പിറ്റൽ ഉയർന്നു വരുമ്പോൾ പോകാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 500-600 രോഗികൾ ഈ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അതിന് ആ ഡോക്ടറെ രാവിലെ 9 മണി മുതലാണ് അവിടെ OP ആരംഭിക്കുന്നത്. ശരി. അന്ന് ഞാൻ ചെല്ലുമ്പോൾ രാവിലെ 9 മണി മുതൽ OP ആരംഭിക്കുകയും 1 മണി വരെ ടിക്കറ്റ് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ 500-600 പേഷ്യൻസിനെ നോക്കുന്നത് പലപ്പോഴും 2-3 ഡോക്ടേഴ്സാണ്. 4 ഡോക്ടേഴ്സ് അവിടെ ഉണ്ട്. ഒരു NHM ഡോക്ടർ ഉണ്ട്, പിന്നെ ഒരു പല്ല് ഡോക്ടർ ഉണ്ട്. പല്ല് ഡോക്ടർ സെക്ഷൻ വേറെയാണ്. ഈ NHM ഡോക്ടർ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മുടെ ജില്ലയിൽ ഏതെങ്കിലും ഒരു VIP ഏതെങ്കിലും ഒരു വഴിക്ക് പോയാൽ ഈ NHM ഡോക്ടറെ അവർ, ഈ നാഷണൽ ഹെൽത്തിൻ്റെ ഈ ഡോക്ടറെ അവർ പറഞ്ഞയക്കും VIP ഡ്യൂട്ടിക്ക്. അവരെ മാത്രമല്ല, അവിടെ ഒരു ആംബുലൻസും പറഞ്ഞയക്കും, കൂടെ 1-2 സിസ്റ്റേഴ്സിനും പറഞ്ഞയക്കും. അപ്പോൾ എന്തുണ്ടാവണേ? അവിടെ അപ്പോൾ ഒരു ഡോക്ടർ ഇല്ല. എന്നാൽ NHM ഡോക്ടർ ഉണ്ട്, 4 ഡോക്ടർ വേറെ NHM ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടർ ഇല്ല. ഒപ്പം തന്നെ അവിടെ ഉള്ള മിനിമം സിസ്റ്റേഴ്സിനെയും ഇല്ലാതാവുന്നു. അതുപോലെ തന്നെ അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട ആംബുലൻസ് സൗകര്യം ഇല്ലാതാവുന്നു. എവിടെ വന്നാലും തൃശ്ശൂർ പൂരത്തിന് വരെ ഇവിടുന്ന് ഡോക്ടർ വിടാറുണ്ട്. ഇവിടെ ആരെങ്കിലും ജനപ്രതിനിധികൾ ആരും അറിയുന്നുണ്ടോ? ഇവിടുന്ന് ഡോക്ടർ അങ്ങോട്ട് വിടും. അപ്പോൾ അങ്ങനത്തെ വിഷയം ഡോക്ടർ പറയില്ല. ചില ദിവസം 2 ഡോക്ടർമാർ 200-250 പേഷ്യൻസിനെ നോക്കേണ്ട ഒരു ഗതികേട്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് വളരെ ഗൗരവം. അപ്പോൾ 1 മണി വരെ OP ഉള്ളൂ. അപ്പോൾ ആളുകളുടെ പരാതിയിൽ വന്നപ്പോൾ ഞാൻ DMOന് പരാതി കൊടുത്തു. ശരി.
ഈ DMO എന്നാണ് പരാതി കൊടുത്തത്. DMO കൊടുത്ത് പറയാം, ഞാൻ പറയട്ടെ. ഇനി നമ്മളിത് ഒരു വാചകത്തിൽ 2 വാചകം അവസാനിച്ച കാര്യമല്ല. കാരണം അത്രയും വേദനിക്കുന്ന ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. അപ്പോൾ DMO പരാതി കൊടുത്ത് ആദ്യം കൊടുത്ത പരാതി എന്താ പറയുമോ, ഇവിടുത്തെ OP സമയം, OP ടിക്കറ്റ് 2 മണി വരെ കൊടുക്കണം. 2 മണി വരെ കൊടുക്കണം എന്ന് പറഞ്ഞ് DMO ഞാൻ ഒരു പരാതി കൊടുത്തു. DMO പരാതി കൊടുത്തിട്ട് അപ്പൊ ഇവിടെ അന്ന് എത്ര മണി വരെ OP ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഇവിടെ ഒരു രേഖ ഉണ്ടായിരുന്നില്ല, എത്ര മണി വരെ OP എന്നുള്ളത്. അപ്പൊ DMO അതിനൊരു മറുപടി തന്നു, ഇനി OP സമയം 2 മണി വരെ വേണം. എൻ്റെ രേഖ ഉണ്ട് എൻ്റെ. അങ്ങനെ OP സമയം 2 മണി വരെ OP സമയം എന്ന് പറഞ്ഞാൽ എന്തായാലും ഡോക്ടർമാർ നോക്കണ സമയമല്ല. 1 മണി വരെ ടിക്കറ്റ് കൊടുത്താൽ 2 മണിക്ക് ഡോക്ടർമാർക്ക് OP അവസാനിപ്പിച്ച് ആ പേഷ്യൻസിനെ നോക്കി പോവാം. 2 മണി വരെ ടിക്കറ്റ് കൊടുത്താൽ 2 മണിക്ക് പോകാൻ പറ്റില്ല, 3 മണിയാവും. അങ്ങനെ ആ DMOന്റെ നിർദ്ദേശം അനുസരിച്ച് 1 മണി വരെ ടിക്കറ്റ് കൊടുത്തിരുന്നത് 2 മണി വരെ. ഞാനാ ചെയ്തത്. അങ്ങനെ അത് കൊടുത്തു 2 മണി വരെ. ഈ പ്രശ്നം 2 മണി വരെ ആകുമ്പോൾ വീണ്ടും പേഷ്യൻസ് 1 മണിക്ക് 2 മണിക്ക് വരെ ഇടയിൽ വന്നാലും ടിക്കറ്റ് കിട്ടുന്നു, ഡോക്ടറെ കാണുന്നു, 3 മണി വരെ ചിലപ്പോൾ കണ്ടു പോകാൻ സാധിക്കുന്നു. ശരി, ഇതും കഴിഞ്ഞിട്ട് ഇവിടുത്തെ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ആലോചിക്കും 9 മണി മുതൽ ഈ 2 മണി വരെ ഡോക്ടേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ പേഷ്യൻസിനെ നോക്കാം. അവർക്ക് അതിനിടയ്ക്ക് അവർക്ക് മറ്റു പല കാര്യം കഴിഞ്ഞിട്ട് പോകും. നോക്കുമ്പോൾ 2 ഡോക്ടർമാരാണെങ്കിൽ 500 പേരെ നോക്കണമെങ്കിൽ ഒരാളെത്ര 250 പേരെ നോക്കണം. 4 മണിക്കൂർ കൊണ്ട് 250 പേഷ്യൻസിനെ ഒരു ഡോക്ടർ നോക്കണമെങ്കിൽ ഒരു പേഷ്യൻസിന് എത്ര സമയം കിട്ടും? അതെ, ഞാൻ ഈ ഹോസ്പിറ്റൽ ചികിത്സയ്ക്ക് പോകണില്ല എന്ന് പറഞ്ഞല്ലോ. 1.5 മിനിറ്റ് 2 മിനിറ്റൊക്കെയാണ്. പേഷ്യൻസ് പരാതി പറയാറുണ്ട്, ഞങ്ങളവിടെ കയറി ചെല്ലുമ്പോൾ ഡോക്ടർ മരുന്ന് എഴുതി തരുന്നുണ്ട്. ചില ദിവസങ്ങൾ തിരക്ക് കുറവുണ്ട്, മനസ്സിലായോ? സാധാരണ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ 50 പേര് 60 പേരെ നോക്കും. ഇത് 200 പേരെ നോക്കുക, ചില ദിവസം 250 പേരെ നോക്കുക. അങ്ങനെ വളരെ തിരക്ക്. ഡോക്ടേഴ്സിനെ അവർക്ക് 2 കൈയും, അവർ മനുഷ്യരല്ലേ, അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇതിനൊരു പരിഹാരം വേണം. ഇനി പരിഹാരം എന്താ? ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ പോസ്റ്റ്മോർട്ടം ഉണ്ടാവും, കോടതി കേസ് ഉണ്ടാവും, പഞ്ചായത്തിൻ്റെതായ സബ് സെന്ററുകളിൽ പോവും, അംഗനവാടികളിൽ പോവും, മറ്റുള്ള മീറ്റിങ്ങുകൾക്ക് പോകണം. അപ്പം അതിന് സൂപ്രണ്ട് പോവും. അപ്പം അങ്ങനെ ഡോക്ടർമാരുടെ കുറവ്. അതുകൊണ്ടാണ് പലപ്പോഴും 4 പേരുള്ളിടത്തും 2 പേരോ അല്ലെങ്കിൽ 3 പേരോ, ചിലപ്പോൾ ഒരു ഞായറാഴ്ച ഒരാളൊക്കെ വരുന്ന ദിവസങ്ങളുണ്ട്. അവരുടെ ലീവുകൾ വരും. ഇതെല്ലാം ഞാൻ പറഞ്ഞു മാത്രമല്ല, DMO പറഞ്ഞിട്ടുണ്ട് ഈ സംഭവങ്ങളെല്ലാം. അപ്പം ഞാനിതിനെന്താ വഴി ആലോചിച്ചു. ആ ഹോസ്പിറ്റലിൻ്റെ മറ്റു എല്ലാ വിഷയങ്ങളും പഠിക്കാൻ തുടങ്ങി. പഠിച്ചപ്പോൾ എന്താ സംഭവം വെച്ചാൽ ഡോക്ടർ വെക്കണേ എന്താ? ആദ്യം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഹോസ്പിറ്റലാണ്. ഇത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡോക്ടർ വെക്കാൻ സാധിക്കുമോ? ഇതായിരുന്നു അടുത്ത ആൾ. അന്ന് നമ്മുടെ ശ്രീ സന്ധ്യാനൈസനാണ് പ്രസിഡന്റ്. അപ്പം ഞാൻ ഈ കാര്യം സംസാരിച്ച് വന്നപ്പോൾ ഈ ഡോക്ടർ വെക്കണമെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നാണ് ഡോക്ടർ വയ്ക്കുക. ഈ തനത് ഫണ്ട് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാവണം. ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ടാക്സ്, മറ്റുള്ള ലൈസൻസ്, അതായത് തൊഴിൽക്കരം തുടങ്ങി പല രീതിയിലുള്ള വരുമാനമായി തനത് ഫണ്ട് ഉണ്ടാവും. 2-3 കോടി രൂപയാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് വരുന്നത്. ശരി, ഇവർക്ക് എന്താ സർക്കാർ നൽകുന്ന ഒരു 5 ലക്ഷം രൂപയാണ് തനത് ഫണ്ടായിട്ടിരിക്കുന്നത് വരുമാനം, ബ്ലോക്ക് പഞ്ചായത്തിനുള്ള വരുമാനം. അത് അവർക്ക് അവരുടെ ദൈനംദിന പ്രവർത്തികൾ, അവരുടേതായ കാര്യങ്ങൾ, വണ്ടി ഉണ്ടെങ്കിൽ ഡീസൽ അടിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഒരു ഡോക്ടർ വയ്ക്കണമെങ്കിൽ 4-5 ലക്ഷം രൂപ കൂടുതൽ വേണം. ശരി, അപ്പൊ തനത് ഫണ്ടില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്ത് എങ്ങനെ ഡോക്ടർ വയ്ക്കും? അതൊരു കാര്യം. രണ്ടാമത് ഡോക്ടർ വയ്ക്കാനൊരു ഓപ്ഷൻ ഉണ്ട്, HMCയിലെ പണം. HMCയിലെ പണം എന്ന് പറയുന്നത് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു, 5 രൂപ OP ടിക്കറ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ലാബിലെ ചാർജ് കൊടുക്കുന്നു, ഇങ്ങനെ വരുന്ന പണം അത് ഉപയോഗിച്ച് വേണം ഡോക്ടർ വയ്ക്കാം. പുത്തഞ്ചേര ഡോക്ടർ വെച്ചിട്ടുണ്ട്. എന്നോട് ചിലർ പറഞ്ഞു പുത്തഞ്ചേര ഡോക്ടർ വെച്ചിട്ടുണ്ടല്ലോ ബ്ലോക്ക് പഞ്ചായത്ത്, എന്തുകൊണ്ട് മാളയിൽ സാധിക്കുന്നില്ല? അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. സംസ്ഥാനത്ത് തന്നെ ഡയാലിസിസ് യൂണിറ്റ് വർക്ക് ചെയ്യുന്ന ഒരു CHC ലെവലിലുള്ള ഒരു ഹോസ്പിറ്റലാണ് മാള. അവിടെയാണ് ഒരു 30 പേഷ്യൻസിനെ ഒരു ദിവസം ഡയാലിസിസ് ചെയ്യേണ്ടത്. 30 പാവപ്പെട്ട പേഷ്യൻസിനെ. അവിടെ 30 പേഷ്യൻസിന് അവിടെ ഡയാലിസിന് വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒരു അവസരം, അവർക്ക് അവരുടെ രക്തം ഒന്ന് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ഒരാളും മരിക്കണം, സൗകര്യം വർദ്ധിപ്പിക്കാതെ. മനസ്സിലായോ? അങ്ങനെ ഒരു അവസ്ഥ നിൽക്കുന്നു. അവിടെ 10 താൽക്കാലിക ജീവനക്കാരുണ്ട് ഈ ഹോസ്പിറ്റലിൽ. അപ്പൊ ഈ HMCയുടെ പണം ഉപയോഗിച്ചിട്ടാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ശരി, അപ്പൊ HMCയുടെ കയ്യിലും പണമില്ല. പക്ഷെ പുത്തഞ്ചിറ വെച്ചിട്ടുണ്ട്. എന്താ കാരണം? HMCയുടെ കയ്യിൽ പണമുണ്ട്. അപ്പൊ അവിടെ ഡയാലിസിസ് കൊണ്ടൊന്നും വർക്ക് ചെയ്യണില്ല. അപ്പൊ അത് ഉപയോഗിച്ച് ഡോക്ടർ വെച്ചിട്ടുണ്ട്. നല്ല കാര്യം, അവർ നല്ല കാര്യം. ഇവിടെ ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ എന്ത് ചെയ്യും? ഇതെല്ലാം ഡോക്ടറെ വെക്കേണ്ട ശരിക്കുള്ള ഉത്തരവാദിത്തമായിരിക്കാം സർക്കാരിനാണ്. അപ്പോൾ അവിടുത്തെ ഒരു കാറ്റഗറി നോക്കി, ഒരു CHS എത്ര ഡോക്ടേഴ്സ് വേണം? 7 ഡോക്ടേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെച്ച വിവരാവകാശ പ്രകാരം
എനിക്ക് ഡാറ്റ കിട്ടി. ഞാൻ അവിടുത്തെ 6 മാസത്തെ ഡാറ്റ എടുത്തു. ഓരോ ദിവസം വരുന്നു പോകുന്ന ഡോക്ടർമാരുടെ കണക്ക്, ലീവ് വരുന്നത്, പോസ്റ്റ്മോർട്ടം വരുന്നത്, മറ്റുള്ള കാര്യങ്ങൾക്ക് പോകുന്നത്, പേഷ്യൻസ് വരുന്നത്, ഇത്തരം ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഒന്നല്ലെങ്കിൽ സർക്കാർ വെക്കണം. അപ്പോൾ സർക്കാർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നിവേദനം തയ്യാറാക്കി ബ്ലോക്ക് പഞ്ചായത്തിന് കൊടുത്തു, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ഒരെണ്ണം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് പഞ്ചായത്തിന് കൊടുത്തു. ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞു തരട്ടെ. ഞാൻ പറഞ്ഞത് ഇത്ര കാര്യമുള്ളൂ. അതായത് മാള ഗ്രാമപഞ്ചായത്തിന് തനത് PHC ഇല്ല. എല്ലാ പഞ്ചായത്തുകൾക്കും PHCയിലുണ്ട്. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്. കൂഴൂരിനുണ്ട്, പൊയ്യക്കുണ്ട്, ആളൂരിനുണ്ട്, അന്നമനടിക്കുണ്ട്. അപ്പം നമ്മുടെ മാളയ്ക്കില്ല. മാളയിലെ പേഷ്യൻസ് രോഗികളെല്ലാം ആശ്രയിക്കുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഹോസ്പിറ്റലാണ്. മാളയിലെ മാത്രമല്ല കൂഴൂർ പഞ്ചായത്തിലെയും വരും, കാരണം നല്ല ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ. പൊയ്യ പഞ്ചായത്തിലെയും പുത്തഞ്ചിറയിലെയും വിദൂരത്തുനിന്നൊക്കെ രോഗികൾ വരുന്നുണ്ട്. അതുകൊണ്ട് തിരക്കിത്ര. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, സർക്കാർ ഡോക്ടറെ വെച്ച് കിട്ടുന്നവരെങ്കിലും മാള ഗ്രാമപഞ്ചായത്ത് ഒരു ഡോക്ടറെ വെച്ച് തരണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. കത്ത് വെറുതെ കൊടുത്തല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അത് നിയമപരമായിട്ട് വെക്കാൻ സാധ്യത വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാള പഞ്ചായത്തിന് സ്വന്തം ആശുപത്രി ഇല്ല. 75% രോഗികളും മാള ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ളതാണ്. മറ്റൊന്ന്, എല്ലാ സബ് സെന്ററുകളിലും അല്ലെങ്കിൽ അംഗനവാടികളിൽ ഇവരുടെ ആശാ വർക്കേഴ്സിന്റെ ഈ കാര്യങ്ങൾക്കെല്ലാം പോകുന്നത് ഈ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സാണ്, അല്ലെങ്കിൽ നഴ്സുമാരാണ്. അങ്ങനെ പോകണമെന്ന് ഒരു ഗൈഡ് ലൈൻ ഇല്ല, ഒരു സർക്കാരിന്റെ നിർദ്ദേശമില്ല എന്ന് എനിക്ക് വിവരാശം വെച്ച് തന്നിട്ടുണ്ട് സർക്കാരിൽ നിന്ന്. ഇതൊരു കീഴ്വഴക്കത്തിന്റെ പേരിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ പഞ്ചായത്തിലെ കാര്യങ്ങൾക്ക് ഡോക്ടേഴ്സിന് കിട്ടില്ല. അപ്പൊ പഞ്ചായത്ത് എന്ത് വിചാരിക്കണം? ഞങ്ങളുടേത് ആവശ്യങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് വരുന്നുണ്ട്, സിസ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു ഡോക്ടറെ വെച്ച് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ അത് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരോടും DDPമാരോടും അങ്ങനെയൊക്കെ അന്വേഷിച്ചപ്പോൾ ഹോസ്പിറ്റൽ ഇല്ലാത്തതുകൊണ്ട് ഡോക്ടറെ വെക്കാൻ തടസ്സമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ കത്ത് തയ്യാറാക്കി HMCയിൽ കൊടുത്തു. ആദ്യം HMC കമ്മിറ്റി തീരുമാനമെടുത്തു. ഷാൻഡി ജോസഫ് പറയുന്നത് ശരിയാണ്. നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ പഞ്ചായത്ത് വെച്ച് തരേണ്ട ബാധ്യത തൽക്കാലമുണ്ട്. കാരണം സർക്കാരിൽ നിന്ന് കിട്ടണമെന്നാണ്, സർക്കാരെ വെക്കേണ്ടത് ശരിക്കും. അതായത് സമയം ഒരു ഡോക്ടറിനും വെച്ച് തരാനുള്ള ഒരു ബാധ്യത മാള ഗ്രാമപഞ്ചായത്തിനുണ്ട്. അതുകൊണ്ട് രേഖേണ്ട തീരുമാനമെടുത്ത് ഈ കത്ത് എന്ത് ചെയ്യാം, മാള ഗ്രാമപഞ്ചായത്തിന് കൈമാറാം. അവരങ്ങനെ തീരുമാനമെടുത്തു. രണ്ടാമതൊന്ന്, ഞാൻ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ബാബുവിന് ഞാനൊരു കത്ത് കൊടുത്തു. ഈ സെയിം മാറ്റർ വെച്ചിട്ട് തന്നെ കൊടുത്തു. ഇത് കഴിഞ്ഞ് അവരൊരു പിന്നത്തെ മാസം, എനിക്ക് തോന്നുന്നു മാർച്ച് മാസം 2-3 തോന്നുന്നു, ഒരു കമ്മിറ്റി കൂടി. ഈ കമ്മിറ്റി കൂടിയിട്ട് അതിലൊരു തീരുമാനം എടുത്തു. ആ തീരുമാനം എന്താ വെച്ചാൽ, ഇതിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയുള്ള ഹോസ്പിറ്റലാണ്. ഷാൻഡി ജോസഫ് തട്ടകത്ത് പറയുന്ന പോലെ മാള ഗ്രാമപഞ്ചായത്ത് ഡോക്ടറെ വെച്ച് കൊടുക്കേണ്ടതില്ല. അത് വെക്കണമെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് വെക്കണം, അല്ലെങ്കിൽ സർക്കാർ വെക്കട്ടെ. അതിന്റെ നിയമവശം പറഞ്ഞു. നമ്മൾക്ക് വേണ്ടത് നിയമമല്ല, നിയമവശം പറഞ്ഞ് തള്ളലല്ല. ഇവരെല്ലാം കയറിയിരിക്കുന്ന ആർക്ക് വേണ്ടിയാ? ജനങ്ങൾക്ക് വേണ്ടിയാ. പാവപ്പെട്ടവന്റെ ബുദ്ധിമുട്ടും വിഷമവും മനസ്സിലാക്കി അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ജനങ്ങൾ ഇവരെ വോട്ടുകൾ ജയിപ്പിച്ച് ഇങ്ങനെ ഇവിടെ മെമ്പറാണ്, വൈസ് പ്രസിഡന്റ് ആണ്, പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞു വിടണത്. അല്ലാണ്ട് ഇവരുടെ വീട്ടിലെ കാര്യമൊന്നല്ല നമ്മൾ എന്ന് പറയണത്, എന്റെ കാര്യവുമല്ല എന്ന് പറഞ്ഞത്. ഇവരത് തള്ളി, വേറെ നിവൃത്തിയില്ല. എന്നിട്ട് ആ കത്ത് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറാൻ തീരുമാനിച്ചു. ആ ബ്ലോക്ക് പഞ്ചായത്ത് നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോട്ടെ, ഞങ്ങൾ ചെയ്യില്ല. അങ്ങനെ മാർച്ച് മാസം മാർച്ച് 2-ാം തീയതി എന്നെ ഓർമ്മ, ഫെബ്രുവരിയിൽ കത്ത് കൊടുക്കുന്നു. ഒപ്പം തന്നെ ഞാനിത് എന്ത് ചെയ്തിട്ടുണ്ട്, ആരോഗ്യ ഡയറക്ടർ, ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. ആരോഗ്യ ഡയറക്ടർ, പ്രിൻസിപ്പൽ സെക്രട്ടറി, അതുപോലെ തന്നെ DMO, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി, ഇവർക്കൊക്കെ ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ഡോക്ടറിന്റെ വിഷയമായി ബന്ധപ്പെട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അതുവരെ ഞാൻ ഇത് കണ്ടോ, ഇതാണ് ആ ഫയല്, ഈ ഫയലിലുണ്ട്, അതുവരെ മാത്രം. അപ്പോ ഷാൻഡി ജോസഫ് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ മാള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു താൽക്കാലിക അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഒരു ഡോക്ടറെ വേണമെന്ന് നിയമിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത രേഖകളാണ് ഈ കാണുന്നത്. ഇപ്പോൾ പൊട്ടിച്ച് കാണാനായിട്ട് ഇത്തിരി പണിയാണ്. അല്ല, എന്നാലും കാണണം. നമ്മളിത് ഒരു കാര്യത്തെ പറയുമ്പോൾ നമുക്ക് സമയമെടുത്തും അത് മനസ്സിലാക്കിയും പറയേണ്ടതുണ്ട്. അല്ലാണ്ട് വെറുതെ ഒരു വാചകത്തിൽ കാരണം ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രം പോലും അറിയാത്തവരാണ് എന്നെ വിമർശിക്കുന്നവര്. ഹോസ്പിറ്റലിന്റെ അടുത്ത് നടന്നതുകൊണ്ടോ ഹോസ്പിറ്റലിന്റെ അരികത്ത് കൂടെ പോയതുകൊണ്ടോ മെമ്പർ ആയതുകൊണ്ടോ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ടോ ഒന്നും ഹോസ്പിറ്റലിന്റെ ചരിത്രം അറിയില്ല. അത് അറിയണമെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഇടയ്ക്ക് പോകണം, അവിടുത്തെ വിഷയങ്ങൾ പഠിക്കണം, അത് മനസ്സിലാക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ടാവണം. അതല്ലേ വേണ്ടത്. എന്നിട്ട് ഈ ശ്രീമതി ബിന്ദു ബാബുവിന് കൊടുത്തിട്ട് ഞാൻ അവസാനം പറഞ്ഞൊരു വാചകം, ഇത് ഞാൻ ഉണ്ട്, അവസാനം പറഞ്ഞ വാചകം ഇതാണ്. ഒന്ന് വായിച്ചോളൂ, എന്താണ് ഇതിൽ പറഞ്ഞത്, ഇത് പറഞ്ഞേക്കുന്നത്.
ഇതിൽ പറഞ്ഞിരിക്കുന്ന വാചകം നമ്മൾ വായിക്കണം. അപ്പോൾ മാള കുടുംബ ആരോഗ്യ കേന്ദ്രത്തിനോ അവസാനത്തെ വാചകമാണ് അത് 4 പേജുള്ള ഒരു കത്ത്. അതെ അതെ, അവസാനത്തെ വാചകം. CHC ആവശ്യമായ ഡോക്ടേഴ്സിനെയും ജോലിക്കാരെയും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും സർക്കാർ തലത്തിൽ ലഭിക്കുന്നതുവരെ ഇവിടെ എത്തുന്ന രോഗികളുടെ തിരക്കും മാനുഷിക പരിഗണനയും മുൻനിർത്തി ഒരു ഡോക്ടറെ ഫിസിഷ്യനെ മാള ഗ്രാമപഞ്ചായത്തിന്റെ ചെലവിൽ താൽക്കാലികമായി നിയമിച്ച് സാധാരണ OP ആരംഭിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണം. 24 24/2/2024 കൊടുത്തു. ഒരു വർഷം നോക്കൂ, അങ്ങനെ ഒരു കത്ത് കൊടുത്തു. ആ കത്ത് കൊടുത്തപ്പോൾ അവരത് ചർച്ച ചെയ്തു. സാധാരണ പഞ്ചായത്ത് ചർച്ച ചെയ്തു. ഈ ഡേറ്റ് ഉണ്ടല്ലോ, നോക്ക് എന്നാ ചർച്ച ചെയ്തു, ഡേറ്റ് നോക്ക്. അല്ല 2/3/24. അത് ഞാൻ ഫെബ്രുവരി മാസം കൊടുക്കുന്നു, മാർച്ച് മാസം ചർച്ച ചെയ്യുന്നു. അതെ, അത് നോക്കിയേ എത്രാമത്തെ അജണ്ടയാണെന്ന് നോക്കിയത്? 32ാമത്തെ അജണ്ടയായിട്ട് അത് ചർച്ച ചെയ്തു. എന്നിട്ട് അതിലൊരു തീരുമാനം എടുക്കുന്നുണ്ട് അവര്. തീരുമാനം വായിച്ചു നോക്ക്. മാള ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മാള ബ്ലോക്കിന് കീഴിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഡോക്ടറെ താൽക്കാലികമായി നിയമിക്കുന്നത് സംബന്ധിച്ച് ഷാൻഡി ജോസഫ് തട്ടകത്ത് സമർപ്പിച്ച കത്ത് കമ്മിറ്റി പരിശോധിച്ചു. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്നതിനാൽ കത്തിൽ ആവശ്യപ്പെടുന്ന ഭൗതിക സാഹചര്യങ്ങൾ നടപ്പിലാക്കേണ്ടതും മാള ബ്ലോക്ക് പഞ്ചായത്താണ്. കൂടാതെ സംസ്ഥാന ഗവൺമെന്റ് അഡീഷണൽ ഡോക്ടറുടെ നിയമനം നടത്തേണ്ടത് യോഗം വിലയിരുത്തി. ആയതിനാൽ കത്ത് മാള ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി കൈമാറുന്നതിന് തീരുമാനിച്ചു. തീരുമാന വിവരണം അത് തന്നെ സാർ. അപ്പൊ അവരെന്താ ചെയ്തേ? ഞാനീ പറഞ്ഞ കാര്യമല്ലേ? അതെ. ഞാനീ സംസാരിക്കുന്ന മുഴുവൻ വെറുതെ ഷാൻഡി ജോസഫ് കഥ പറയില്ല. ഈ ഷാൻഡി ജോസഫ് പറയുന്ന എന്ത് കാര്യത്തിനും രേഖകളുണ്ടായിരിക്കും. അപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഷാൻഡി ജോസഫ് നിരത്തിയ ഈ ഒരു തെളിവുണ്ട്. ഈ തെളിവിന് ബദലായിട്ട് മാള ഗ്രാമപഞ്ചായത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? അതാണ് ഞങ്ങൾക്ക് ഇനി ചോദിക്കാനുള്ളത്. കാരണം ഒരാളെ വ്യക്തിപരമായിട്ട് അവഹേളിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഇന്നലെ സംസാരിച്ചത്. കാരണം പേരെടുത്ത് വിളിച്ചുകൊണ്ട് എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന രീതിയിൽ വരെ ഒരു വ്യക്തിയെ അവഹേളിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ സമർപ്പിക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ ഈ ജനങ്ങളുടെ മുമ്പിൽ കള്ളന്മാർ എന്ന് പറയപ്പെടുന്ന ഈ കപ്പലും കപ്പിത്താനും മാത്രമായിരിക്കും. മാള ഗ്രാമപഞ്ചായത്ത് എന്ന് പറയപ്പെടുന്ന അതിലെ കപ്പിത്താനും അതിലുള്ള കൂടെയുള്ള പാർട്ട്ണർമാരും കള്ളന്മാരാണെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. കാരണം ഒരാളെ പൊതുനിരത്തിൽ വലിച്ച് അവഹേളിക്കുന്ന രീതിയാണ് നിങ്ങൾ ചെയ്തത്. വ്യക്തിപരമായോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായോ എന്തൊക്കെയോ വിഷയങ്ങളുണ്ടെങ്കിൽ അത് ശരിക്കും ആ ഒരു രീതിയിൽ മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ചെയ്തത് ഒരു വ്യക്തിയെ അവഹേളിക്കുന്ന രീതിയാണ്. അതൊരിക്കലും ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട്. ഞാൻ പറയുന്നത്, ഇപ്പം എന്നെ അവഹേളിച്ചു എന്ന് പറഞ്ഞല്ലോ സുധീറെ, ഞാൻ അതിൽ സങ്കടപ്പെടുന്ന ആളല്ല. കാരണം നമ്മുടെ ടാങ്കിലുള്ള സാധനം ടാപ്പിൽ വരുള്ളൂ. ശരി അല്ലേ? ടാങ്കിൽ എന്ത് സാധനം കടന്നാൽ അത് ടാപ്പ് തിരിച്ചാൽ പുറത്ത് വരും. അപ്പം ഈ പറയുന്ന ആളുകളുടെ ടാങ്കിലുള്ളതല്ലേ പുറത്ത് വരാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ വരില്ല. കാരണം നമ്മൾക്ക് ആശയപരമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് ആശയപരമായി നേരിടും. നിയമപരമായിട്ട് ചില തെറ്റാണെന്ന് തോന്നിയാൽ അത് നമുക്ക് കോടതിയിൽ നേരിടും. ശരി. അതല്ല ഉദ്യോഗസ്ഥരുടെ അടുത്തിൽ അത് ക്ലിയർ ആക്കി പോകേണ്ട കാര്യം അവിടെ നേരിടും. ഒരാളെയും വ്യക്തിഹത്യ ചെയ്യുക എന്ന രീതി എനിക്കില്ല. ഞാൻ തട്ടകത്ത് ജോസഫിന്റെ മകനാണ്, മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്റെ ടാങ്കിലുള്ളതാ എനിക്ക് വരുള്ളൂ. എന്റെ അത് പറയുമ്പോഴാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഈ ചാനൽ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ്, നമ്മുടെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയില്ലാന്നുള്ളത്. ആയതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോ താങ്കളുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ ഇരിക്കാൻ കാരണം. അല്ലെങ്കിൽ ഒരു പക്ഷം മാത്രം കണ്ടു കേട്ട് അങ്ങോട്ട് പോയാൽ മതി. ഇന്നലെ ഈ ഒരു വിഷയം നടന്നപ്പോൾ താങ്കളെ ഞാൻ വിളിച്ചിരുന്നില്ലേ? വിളിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു സുധീർ ചോദിച്ചു എന്നോട്, നിങ്ങൾ അതിന്റെ അവകാശം തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ടോ? ശരി, അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത്. ഞാൻ ഇവരെ അഭിനന്ദിക്കുക ചെയ്തത്. എന്താ കാരണം വെച്ചാല് കഴിഞ്ഞ 1 വർഷം മുന്നേ ഞാൻ ആവശ്യപ്പെട്ട ഒരു കാര്യം അവര് പഞ്ചായത്ത് ഭരണസമിതിയിൽ വെച്ച് തള്ളിക്കളഞ്ഞു. ശരി. എനിക്ക് വല്ലാതെ നിരാശ തോന്നി. അതിനുശേഷം കാര്യം കൂടി കേൾക്കണം. നിരാശ തോന്നി. കാരണം ഇത്രയും വലിയൊരു കാര്യം, ഇത്രയും പാവപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി അധികാരത്തിൽ വന്നു എന്ന് പറയുന്ന ഇവര് എന്തുകൊണ്ട് കണ്ണടച്ചു? ഇതാണ് എൻ്റെ മനസ്സിന് ചോദ്യം. അതുകൊണ്ട് എന്ത് തന്നെ ആയാലും ഇത് നേരിട്ട് അത് നേടിയെടുക്കണമെന്ന വലിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ജനിച്ചു. അതിൽ സാമ്പത്തിക പ്രശ്നമില്ല. ഞാൻ ഒരാളുകളിൽ നിന്നും പണം പിരിച്ചിട്ട് പൊതുപ്രവർത്തനം ചെയ്യുന്ന ആളല്ല. 24 മണിക്കൂറിൽ 4 മണിക്കൂറെങ്കിലും പൊതുപ്രവർത്തനം മാറ്റിവെക്കുന്നത്. 4 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണ്. ഇവിടെ എൻ്റെ ടേബിൾ കണ്ട് അറിയാൻ പറ്റും.
ഇവിടെ ഇരിക്കുന്ന ഫയലും ഒരു കാര്യം ചോദിക്കാനുള്ളതേ, അതായത് ഒറ്റ കാര്യം, ഈ ഒരു വിഷയം നിങ്ങളെ ഇങ്ങനെ അവഹേളിക്കത്തക്ക രീതിയിൽ ഒരു വിഷയം ഉണ്ടാവാൻ എന്താണ് കാരണം? അതായത് പഞ്ചായത്തിന് നിങ്ങളോട് ഇത്ര വ്യക്തിവൈരാഗ്യം വരാനുള്ള കാരണം എന്താണ്? അതായത് ഞാൻ നമ്മുടെ വിഷയത്തിന് വിട്ട് പോകാൻ പാടില്ല, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ശരി. നമ്മൾ ഈ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. രാഷ്ട്രീയ പ്രവർത്തനം വേറെ, പൊതുപ്രവർത്തനം വേറെ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരു രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ആ രാഷ്ട്രീയ കാഴ്ചപ്പാടിലൂടെ മാത്രം പൊതുപ്രവർത്തനം ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനൊരു പാർട്ടി മെമ്പറാണ്, ഒരു രാഷ്ട്രീയ പാർട്ടി മെമ്പറാണ്. എനിക്ക് അതിൽ മാത്രം വെച്ചുകൊണ്ട് അവർ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞതുകൊണ്ട് പോയി എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പം സമയം എന്തായി? 4:30. എന്നോട് പറയുകയാണ് ഇപ്പം നേരം വെളുത്ത് 9 മണിയാകുന്നു. ഷാൻഡി ജോസ് പറയും ഇല്ല മണി 4:30 എന്ന് പറയാൻ ആർജവമുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇവരൊക്കെ വലിയ എന്താ പറയാ, ഇവരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ മുന്നിൽ വരും എന്ന് വിചാരിച്ചു. നിരവധി വിഷയങ്ങൾ ഞാൻ ഇടപെടാറുണ്ട്. ഒന്നും എൻ്റെ അല്ല, തട്ടകത്ത് കുടുംബത്തിന്റെ അല്ല, ഷാൻഡി ജോസഫിന്റെ അല്ല, ഷാൻഡി ജോസഫിന്റെ സുഹൃത്തുക്കളുടെയും അല്ല, എല്ലാം നാട്ടുകാരുടെ വിഷയങ്ങളാണ്. കഴിഞ്ഞ നവകേരള സദസ്സിൽ നാട്ടിലെ 100 വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാളാണ് ഞാൻ. ഏത് വിഷയം ദൈനംദിനം പല വിഷയം ബന്ധപ്പെട്ട് ഞാൻ ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടാറില്ല, അവഹേളിക്കാൻ ഇടപെടാറില്ല. അതൊന്നും എന്റെ പണിയല്ല. ഈ ഹോസ്പിറ്റൽ കാര്യം നമുക്ക് ചെറിയ കാര്യമല്ല. അതായത് ഇപ്പോ നമുക്ക് ചുരുക്കേണ്ടതുണ്ടെങ്കിലും പൂർത്തീകരണത്തിന് ഇതിന്റെ ബാലൻസ് കാര്യം മനസ്സിലാക്കണം. ശരി. അങ്ങനെ തള്ളിക്കളഞ്ഞപ്പോ എന്തുണ്ടായി? ഞാൻ പറഞ്ഞില്ല, ഈ പാവപ്പെട്ടവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ HMCയിൽ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് വായിച്ചു, HMC മീറ്റിംഗിൽ വായിച്ചു, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ഈ പറയുന്നത്. ശരി. അവിടെ വായിച്ചു, ഇങ്ങനെ പഞ്ചായത്ത് പറഞ്ഞു അത് സാധ്യമല്ല, ഷാൻഡി ജോസഫിന്റെ നിവേദനം തള്ളിക്കളയുന്നു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഹൈക്കോടതിയെ സമീപിക്കും. ഈ ഹൈക്കോടതിയെ സമീപിക്കുക എന്ന് പറയുമ്പോൾ ആരെയും തൂക്കിക്കൊല്ലാനല്ല, അല്ല, മാളയിലൊരു വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കോടതിക്ക് അത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കോടതി ഒരു നിർദ്ദേശം പറയുകയാണെങ്കിൽ അത് മാളക്കാർക്ക് ഗുണം കിട്ടും, പാവപ്പെട്ടവർക്ക് ഗുണം കിട്ടും. ഇത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ശരി. അപ്പം നിങ്ങൾ കോടതിയിൽ പോകുമെന്ന് പറഞ്ഞു. കോടതിയിൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങളായി. ആ സമയം എത്തിയപ്പോഴേക്കും എന്തുണ്ടാവിച്ചു? മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ ഭാര്യയായി മാറി. ശരി. വീട്ടിൽ വരുന്ന ഞാൻ സംസാരിച്ചപ്പോൾ ഭാര്യ എതിര്. എന്താ സംഭവിച്ചാൽ നിങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ഹോസ്പിറ്റലിനെതിരെ കോടതിയിൽ പോകാന്ന് പറഞ്ഞാൽ അതൊരു വിഷയമല്ലേ? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അതായത് ഞാൻ പോകുന്നത് പാവപ്പെട്ടവരുടെ കാര്യത്തിന് വേണ്ടിയാണ്, ഒരു പഞ്ചായത്തിനെതിരെയല്ല, ഒരു ഗ്രാമപഞ്ചായത്തിനെതിരെയല്ല, ഒരു സർക്കാരിനെതിരെയല്ല. മാളയിലൊരു വിഷയം സാങ്കേതികപരമായിട്ട് സർക്കാരിനോ പഞ്ചായത്തിനോ കൈകാര്യം ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കോടതിയിൽ നിന്ന് ഡയറക്ഷൻ കിട്ടിയാൽ അത് പൊതുജനത്തിന് ഗുണം ചെയ്യും. ശരി. പാവപ്പെട്ടവർ ഗുണം ചെയ്യും. അവിടെ തലചുറ്റി വീഴുന്ന അവസരം ഉണ്ടാവാറുണ്ട്. ഡോക്ടറെ കാത്തു നിന്നിട്ട് നമുക്കറിയാം, വാർത്തകൾ വന്നിരുന്നു. ആ ഇടയ്ക്ക് വാർത്തകൾ വന്ന പത്രക്കട്ടിങ്ങളൊക്കെ ഞാൻ സമാഹരിച്ചു. അവിടുത്തെ ഈ എല്ലാ ഡാറ്റയും കളക്ട് ചെയ്തു. ഞാൻ ഹൈക്കോടതിയിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കെൻ്റെ അനുഭവം അറിയാമോ? എനിക്കൊരു ഫോൺ കോൾ വന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും MLA PA പ്രദീപ് വിളിച്ചിട്ട് പറഞ്ഞു, ഷാൻഡി HMC എന്ന് എന്ത് ചെയ്യണം? രാജിവെക്കണം. ഞാൻ ആദ്യം ഒന്ന് ആലോചിച്ചു, എന്താണ് ഈ രാജിവെക്കാനായിട്ട് ഞാൻ ഇത്ര വലിയ കുറ്റം ചെയ്തത്? ഞാൻ ആവശ്യപ്പെട്ടത് ആകെ ഒരു ഡോക്ടറെ വയ്ക്കണമെന്നല്ലേ? ഞാനിതല്ല, അവിടെ ആവശ്യപ്പെട്ടല്ല. അവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ രാജിവെക്കണില്ല. നിങ്ങളാണ് എന്നെ എടുത്തത്, നിങ്ങളാണ് എന്നെ പറഞ്ഞയച്ചവർ. അതിനുള്ള അധികാരം ആർക്കുണ്ട്? എന്നെ പറഞ്ഞയച്ചിരിക്കില്ലേ? നിങ്ങൾ എന്നെ പുറത്തായിക്കോളൂ. അവരെന്നെ റിമൂവ് ചെയ്തു. ശരി. മറ്റൊരാളെ വെച്ചു. ഞാനത് പല രീതിയിൽ സംസാരിച്ചു. അപ്പം എന്നോട് എൻ്റെ ഒരു നേതാവ് പറഞ്ഞത്, ഷാൻഡി ഇങ്ങനെ വികാരഭരിതനാവേണ്ട കാര്യമില്ല. ഷാൻഡി ഇങ്ങനെ വികാരഭരിതനാവേണ്ട. എന്തിന് വികാരത്തിനാണ്? അവിടെ ഡോക്ടറില്ല, അതിലിപ്പോൾ ഷാൻഡിക്ക് എന്താ? അവിടെ ആളുകൾ തലയിട്ട് വീഴുന്നു, ഷാൻഡിക്ക് എന്താ? ഞാനപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ സ്വിച്ചിട്ടമാര് കരയാനും സ്വിച്ചിട്ടമാര് ചിരിക്കാനും ഷാൻഡി ജോസഫിനെ കിട്ടില്ല. ഞാനൊരു മനുഷ്യനാണ്, മറ്റുള്ളവൻ്റെ വിഷമവും ബുദ്ധിമുട്ട് കാണും, അതിലിടപെടുന്നത് കൊണ്ടാണ്. ഞാനതോടെ എന്ത് ചെയ്തു? ഹൈക്കോടതിയിൽ പോയിട്ട് ഒരു റിട്ട് ഫയൽ ചെയ്തു. പക്ഷെ ഞാനതിലും ഞാൻ HMC മെമ്പറായതെന്നും എന്നെ HMC മെമ്പറായി മാറ്റിയെന്ന് പറഞ്ഞു. മാറ്റിയതിൻ്റെ കാരണം ഞാൻ കോടതിയിൽ പറഞ്ഞു. കാരണം അത് പറഞ്ഞാൽ നമ്മുടെ MLAക്ക് വരെ മോശമുണ്ടോ? കാരണം ഈ കാര്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് എന്നെ മാറ്റിയെന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നം, ഒരു മോശമല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് MLA. പക്ഷെ അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാത്ത സാഹചര്യങ്ങളിവിടെ ഉണ്ട്. മനസ്സിലായോ? MLAക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നമുക്കറിഞ്ഞൂടെ? ഒരു MLA ഇപ്പൊ ഇത് ചെയ്യായിരുന്നെങ്കിൽ ഇതിനെല്ലാം സാഹചര്യം ഉണ്ടോ? ഇല്ല, ഒന്നുമില്ലെന്ന് വിശ്വസിച്ചോളെപ്പോഴും ഞാൻ.
ഒന്നും. പക്ഷെ അദ്ദേഹത്തിനും ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളാണെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ പോകേണ്ട കാര്യമില്ല. എൻ്റെ കയ്യിൽ പണം കളഞ്ഞ് കോടതിയിൽ പോകാനും ഈ ആളുകളെ ചീത്ത കേൾക്കാനും ഇന്നലെ വരെ എന്നെ വഴക്ക് പറഞ്ഞ് എന്നെ അവഹേളിച്ച് കേൾക്കേണ്ട കാര്യം എനിക്കുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കോടതിയിൽ പോയി. അപ്പോൾ കോടതിയിൽ ഞാൻ അത് പറഞ്ഞില്ല. ഞാൻ ചീഫ് മെമ്പറായിരുന്നു, എന്നെ ഇത് റിമൂവ് ചെയ്തതെന്ന് പറഞ്ഞു. കോടതിയുടെ ശ്രദ്ധയിൽ വന്നു. ആ കോടതിയുടെ കേസിൽ ചില സാഹചര്യം കൊണ്ട് കേസ് ഒക്ടോബർ മാസം എൻ്റെ 30-ാം തീയതി ക്ലോസ് ചെയ്തു. ഒരു കേസ് അവസാനിപ്പിക്കാന്ന് ഡിസ്പോസ് ചെയ്യണം. ആ കേസ് അവസാനിപ്പിച്ചതിൽ അവസാനം പറഞ്ഞത് ഇയാൾ ഇങ്ങനെ HMC മെമ്പറായി ഇയാൾ മാറ്റിയതാണ്, ഇയാൾ പ്രസ് ക്ലബ് പ്രസിഡന്റിനെ പ്രത്യേകിച്ച് പരിഗണന ഒന്നും കൊടുക്കേണ്ടതില്ല. പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഹൈക്കോടതി പറഞ്ഞു, ഈ പരാതിക്കാരൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി അത് അടിയന്തരമായി പരിഹരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ കോടതിക്ക് ഉറപ്പുണ്ടെന്ന്, പരിഹരിക്കുമെന്ന് എനിക്ക് കോടതിക്ക് ഉറപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ തള്ളിക്കളഞ്ഞു. നിങ്ങൾ കേൾക്കണം. ഇതാണ് ഇവർക്ക് എന്തിനാ ഇത്ര വിരോധം? ഈ ഹോസ്പിറ്റലിൽ തള്ളിക്കളഞ്ഞെന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തെടുത്ത അഭിമാനം? തള്ളിക്കളയല്ലല്ലോ വേണ്ടിയിരുന്നത്. ആ കേസിൽ അനുകൂല നിലപാട് വരുന്നല്ലേ. താങ്കളുടെ എല്ലാ നിലപാടുകളും സ്വന്തം താല്പര്യങ്ങൾക്ക് സ്വന്തം താല്പര്യം, അതായത് 4 പേരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി മാത്രം. 4 പേരുടെ മുന്നിൽ കാണിക്കാനാണോ ഹൈക്കോടതി പോയി ഇവിടെ 500 പേഷ്യൻസ് വരുന്നത്? ഞാൻ പറയുന്നതല്ല, പിന്നെ ആര് പറയുന്നു? ഇവർ ഉന്നയിച്ച വിഷയമാണ്, അത് താങ്കൾ കേട്ടില്ലേ? ഞാൻ പറയില്ലേ, ടാങ്കിലുള്ളതാ ടാപ്പിൽ വരുള്ളൂ. ഞാൻ പറഞ്ഞത് ഈ ജനപ്രതികളായിട്ട് വരുന്ന ആളുകൾ എഴുതാനും വായിക്കാനും അറിഞ്ഞാൽ മാത്രം പോരാ, മനുഷ്യന്റെ വികാരങ്ങൾ അറിയാനും മണ്ണിനെയും ഭൂമിയെയും കുറിച്ച് അറിയാനുള്ള ഒരു കഴിവ് വേണം. മനുഷ്യന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് മനസ്സിലാക്കണം. അത് എന്റെ ബുദ്ധിമുട്ടാണെങ്കിലൂടെ കാണാനുള്ള ഒരു കാഴ്ചപ്പാടും വേണം. എല്ലാത്തിനും ഒരു വാശി, വൈരാഗ്യം, അതിലൊരു രാഷ്ട്രീയം, ഇതൊന്നും ഇല്ലാതെ വന്നാൽ നമ്മുടെ നാട് നന്നാവും. എന്നിട്ട് എന്തുണ്ടായി? ഞാൻ ആ ജഡ്ജ്മെന്റ് കിട്ടി പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ചു, കവർ ലെറ്റർ അടക്കം അയച്ചു, വക്കീൽ അയച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ലെറ്റർ വന്നു. എന്താ വന്നറിയാമോ? എന്താ പറഞ്ഞു? ആരോഗ്യ വകുപ്പ് ഡയറക്ടറോട് വിശദീകരണം റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്ന്. ഇന്ന് സുധീർ വന്നിവിടെ ഇരിക്കുമ്പോൾ വന്ന കവറാണത്. ഈ കവർ ശരി, ഈ കവർ ഇതിൽ വന്നേക്കണത്, ഇതിൽ ആരോഗ്യ ഡയറക്ടർ പറഞ്ഞേക്കണ ഒരു കാര്യം ഇവിടെ നോട്ടൊന്ന് സുധീർ ഒന്ന് വായിക്കും. ഇത് ഡേറ്റ് നോക്ക്, എന്നാ വന്നേന്ന്. 1/2/2025 തീയതി. ഈ ഫെബ്രുവരി 1-ാം തീയതി തയ്യാറാക്കി അയച്ചേക്കണതാ. മേൽ പറഞ്ഞ സൂചനയിൽ ഇതാണോ പറഞ്ഞത്? മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. മാള ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനടിയിൽ എന്താ പറഞ്ഞേ? മാള സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ജൂനിയർ കൺസൾട്ടന്റ്, പീഡിയാട്രിഷ്യൻ, അസിസ്റ്റന്റ് സർജൻ, ജൂനിയർ കൺസൾട്ടന്റ്, ഫിസിഷ്യൻ തസ്തികകൾ പ്രസ്തുത അപേക്ഷയിൽ ഫയൽ വർക്കുകൾ മതി. പ്രസ്തുത അപേക്ഷയിൽ ഫയൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതെ, അതായത് ഇന്ന് വന്നതാണ്. ഇന്ന് പോസ്റ്റിൽ വന്നതാ. കുറെ കാര്യങ്ങൾ വേറെ ഉണ്ട് ഇതില്. അപ്പൊ ഇതിന്റെ ഫയൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുമാണ് എനിക്ക് തന്നത്. കാരണം നമ്മൾ കൊടുത്ത അതില്. ഇനി മറ്റൊരു കാര്യം വായിക്കണോ? ഇവർ പറഞ്ഞില്ലേ ചീഫ് ജസ്റ്റിസ് എടുത്ത് കാട്ടിയാണ്. എന്തൊരു സന്തോഷത്തിലാണ് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞത്. അവർക്ക് വല്ലാത്തൊരു ആനന്ദം. അതായത് മാള ആശുപത്രിക്ക് വേണ്ടി ഡോക്ടറെ വെക്കാനായിട്ട് ഷാൻഡി ജോസഫ് കൊടുത്ത കേസിൽ എടുത്ത് കളഞ്ഞു എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ആവേശം. ആ ആവേശം ജനങ്ങളോട് കാണിക്കണാണ്. ജനങ്ങളെ അവഹേളിക്കാണ്. ജനങ്ങളോട് പവറുണ്ട്. കാരണം അതായത് ഷാൻഡി ജോസഫ് ഒരു കാര്യം പറയട്ടെ, ഇവർ ചെയ്ത് ഇന്നലെ നുണപ്രചരണം നടത്തി. സുധീർ കണ്ടില്ലേ? 1 വർഷം മുന്നേ ഞാൻ കൊടുത്തത് അങ്ങനെ ഒരു ഇല്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഇവർ കീഴടങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവരൊരു വാർത്ത വന്നു, പത്രങ്ങളിൽ വാർത്ത വരും. അവരെ പ്രവർത്തനം, ഇവിടത്തെ പ്രവർത്തനങ്ങളുടെ വാർത്ത ഇനി വരാനിരിക്കണം. അവരെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വാർത്ത വന്നത് ഷാൻഡി ജോസഫിന് കീഴടങ്ങി എന്ന നിലയിലാണ്. അല്ല, അതിലാകെ പറഞ്ഞേക്കണത് അതാണ്. 6 ലക്ഷം പഞ്ചായത്തിന് ഉയർത്തി കാണിച്ചേക്കാണ്. ഇപ്പോഴെങ്കിലും അവർക്ക് ബോധോദയം വന്നു. 3 കോടി രൂപയോളം ആസ്തിയോളം ഞാൻ മനസ്സിലാക്കുന്നു. 3 കോടിയോളം തനത് ഫണ്ടുള്ള ഈ പഞ്ചായത്തിന് ഒരു ഡോക്ടർ വെക്കാനേ പാവപ്പെട്ടവന് എന്തെന്നറിയാമോ? ഈ സ്വകാര്യ ആശുപത്രികളെ പിന്തുണയ്ക്കാണ് ഇവർ ചെയ്യണത്. മനസ്സിലായ? ഈ സ്വകാര്യ ആശുപത്രികളിൽ നമുക്കറിയാം പുറയിലെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിച്ചില്ലേ? 1.5 മിനിറ്റ് പോയി കൺസൾട്ട് ചെയ്താൽ എൻ്റെ രോഗം മാറില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പോകാത്ത. ഇവരാരെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ടോ? ഞാൻ ഇവിടെയൊക്കെ പറയും, നിങ്ങൾ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ പോലും ദൈവത്തെ ഓർത്ത് ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് കാണും. പാവപ്പെട്ടവൻ്റെ വിഷമം മനസ്സിൽ. ഒരു സ്വകാര്യ ആശുപത്രി പോയി 1000, 1500, 2000 രൂപ നമുക്ക് കയ്യിൽ കൊണ്ട് പോകണം. അവിടെ പോയാൽ 5 രൂപയുടെ ഒ പി ടിക്കറ്റ് എടുക്കണം. മനസ്സിലായോ? മരുന്ന് കിട്ടും. പക്ഷെ ആ ഡോക്ടർമാർക്ക് ഒരു പേഷ്യൻസിനെ മുഴുവൻ ഒരു 5 മിനിറ്റെങ്കിലും കേൾക്കാനും അതിനനുസരിച്ച് ഒരു മരുന്ന് കുറിക്കാനും നമ്മൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഇത് കൊടുക്കണില്ല. അത് ആർക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കണം. അത് പൊതുവെക്കണം. അപ്പൊ ഈ കേസ് തന്നെ പറഞ്ഞില്ല, ചീഫ് ജസ്റ്റിസ് എടുത്ത് കളഞ്ഞു എന്ന് പറയുമ്പോൾ സന്തോഷം. എനിക്ക് സത്യത്തിൽ സങ്കടം തോന്നിപ്പോയി. ഒരു ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ പറയുന്ന ഡയലോഗാ. ഇവരൊക്കെ ഇനിയും ഇതുപോലെ ജനങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ അവരെന്തു പറഞ്ഞ വോട്ട് ചോദിക്കുക? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ കാര്യത്തിൽ നിന്ന് ആളെ സന്തോഷം കളഞ്ഞു. അയ്യോ, അത് ഇനിയിപ്പോൾ കേസ് തോറ്റുപോയെന്ന് ഇരിക്കട്ടെ, കാശ് എൻ്റെ പോയുള്ളൂ. നമ്മൊരു ശ്രമമല്ല നടത്തണത്.
വേറെ ഒരു അധികാരവുമില്ലാത്ത സാധാരണ ഒരു പൗരൻ നടത്തുന്ന കാര്യങ്ങളാണത്. എനിക്കൊരു അധികാരമില്ല. ഈ അധികാരമുള്ളവരാണെങ്കിൽ ഇത്രയും പണിയുണ്ടോ? ഇല്ല. അപ്പം അധികാരമില്ലാതെ ഞാൻ നടത്തുമ്പോൾ എനിക്ക് കഷ്ടപ്പാട് കൂടുതലാണ്. ഈ പറഞ്ഞ ആളുകളുടെ കാരണം ഞാൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രസരപ്പിൽ നിന്നുകൊണ്ടല്ല ഈ പണിയത്. ഞാനൊരു പൊതുപ്രവർത്തന ലെവലിൽ എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനപക്ഷ നിലപാടാണ്. അത് ഇനിയും അത് തന്നെ ജനപക്ഷ നിലപാടുകളിലൂടെ ശരിയാണെന്ന് തോന്നുന്നതിനെല്ലാം ഞാൻ പിന്തുണച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തുടരും. ഇത് വന്നിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു തീരുമാനം ഉണ്ടായി. ഒന്ന് വായിച്ചു നോക്കൂ. മാള CHCയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ഡോക്ടറെയും മറ്റ് ജീവനക്കാരെയും നിയമിക്കാത്തത് സംബന്ധിച്ച് ശ്രീ ഷാൻഡി ജോസഫ് തട്ടകത്ത് ആൾക്കാർ കേൾക്കട്ടെ. അല്ല കേട്ടോളൂ, കുഴപ്പമില്ല. കേരള ഹൈക്കോടതിയിൽ വിധിയായതായി സെക്രട്ടറി യോഗത്തെ അറിയിച്ചു. സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി യോഗത്തെ അറിയിച്ചു. അതിന്റെ വിധി വാദി പൊതുജന ആരോഗ്യ വിഷയത്തെക്കുറിച്ച് ഉന്നയിച്ച വിഷയങ്ങൾ ആരോഗ്യ കുടുംബ ക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പരാതിക്കാരൻ ഉന്നയിച്ച വിഷയങ്ങൾ ന്യായമെന്ന് കാണുന്ന പക്ഷം നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തീർപ്പാക്കിയിരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞ അതായത് ഇത് നമ്മളിങ്ങനെ എണ്ണിപ്പെരുക്കി വായിക്കണം എന്ന് വെച്ചാൽ ഇത് കാണാൻ പറ്റുന്നില്ലടാ. ഇതൊരു പബ്ലിക് രേഖയാണ്. ഒരു ഭരണസമിതിയുടെ മാള പഞ്ചായത്തിന്റെ ആയാലും കേരളത്തിലുള്ള 1200 തദ്ദേശ സ്ഥാപനങ്ങളുടെ ആയാലും ഭരണസമിതിയുടെ യോഗങ്ങളിലെ മിനിറ്റ്സ് ഒരു പബ്ലിക് രേഖയാണ്. ആ പബ്ലിക് രേഖ ഞാൻ ഇന്ന് എടുത്തതാ സുധീർ ചോദിച്ചോണ്ട്. അതിലിപ്പോ സെക്രട്ടറി പറഞ്ഞ കാര്യമാണത് എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഈ ഷാൻഡി ജോസഫ് ഉന്നയിച്ച കാര്യങ്ങൾ ന്യായമുള്ളതാണെങ്കിൽ ശരിയുള്ളതാണെങ്കിൽ അത് എന്ത് ചെയ്യണം? തീർപ്പാക്കണം എന്നാ പറഞ്ഞത് അല്ലേ? അതല്ലേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതുപോലെ തന്നെ അപ്പൊ അന്ന് ഷാൻഡി ജോസഫ് ഉന്നയിച്ച് ഷാൻഡി ജോസഫ് എഴുതി ഇത് പഠിച്ച് തയ്യാറാക്കിയ അപേക്ഷയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം DM എനിക്കൊരു കത്ത് തന്നു. ഞാൻ പറഞ്ഞ അക്കമിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഈ ഹോസ്പിറ്റലിന്റെ ദയനീയ അവസ്ഥ എഴുതിയുകൊണ്ട് DM ഒപ്പിട്ട ഒരു കടലാസ് എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ സർക്കാർ തലത്തിൽ ഇനിയും ഒരുപാട് നീണ്ടുപോയാല് ഞാൻ ഹൈക്കോടതിയിൽ പോകും വീണ്ടും. എനിക്കിനി ഒരു എക്സിബിറ്റ് എന്ന് പറഞ്ഞ DM വന്നേക്കണ ലെറ്റർ ഷാൻഡി ജോസഫ് പറഞ്ഞതെല്ലാം DM പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ, അവിടെ സർക്കാർ ഡോക്ടർ വയ്ക്കണമെന്ന്. മനസ്സിലായ? അവർ അതേമാതിരി തന്നെ ഇവിടെ വേണ്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് കുറവുള്ളതെന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി കോടതി പോയിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണെന്ന് കോടതി നോക്കേണ്ട കാര്യമില്ല, ആധികാരികമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഈ ഒരു റിപ്പോർട്ട് സെക്രട്ടറി വായിച്ച് എന്താണ് പറഞ്ഞേക്കണമെന്ന്, ജഡ്ജ്മെന്റിൽ എന്താ പറഞ്ഞേക്കണമെന്നും മാള ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഭരണസമിതി യോഗത്തിൽ വായിച്ചു എന്ന് പറഞ്ഞ് മിനിറ്റ്സും സുധീർ കണ്ടു. അപ്പൊ നമ്മൾ നട്ടുച്ചയ്ക്ക് നിന്നിട്ട് ഇന്നലെ നട്ടുച്ചയ്ക്ക് നിന്നതുകൊണ്ട് ഇരുട്ടാക്കിയോ ഇല്ലയോ? അപ്പോ നമ്മുടെ ചർച്ച ഒരുപാട് നീണ്ടുപോയി. എങ്കിലും സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സത്യങ്ങൾ ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒരല്പം സമയം നീണ്ടുപോയതിൽ യാതൊരുവിധ കാര്യങ്ങളുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഷാൻഡി ജോസഫിന് പറയാനുള്ളതാണ് നമ്മൾ കേട്ടത്. ഇതിൽ കള്ളൻ എന്ന് പറയുന്നത് പഞ്ചായത്താണോ ഷാൻഡി ജോസഫാണോ എന്നുള്ളത് ഇനി ജനങ്ങൾ തീരുമാനിക്കും. അല്ല സുധീറെ, ഇത് ചോദിക്കേണ്ടത് സുധീർ കണ്ട് ബോധ്യപ്പെട്ട ആളാണ്, കേട്ട് ബോധ്യപ്പെട്ട ആളാണ്. അപ്പൊ ഇതിൽ ഇന്നലെ പറഞ്ഞ കാര്യം എനിക്കൊരു ചോദ്യം ഉള്ളത്, ഒറ്റ ചോദ്യം സുധീർ ചോദിക്കാനുള്ളത്, അവിടെ ആരും ഇങ്ങനത്തെ ഒരു നിർദ്ദേശം വെച്ചില്ല എന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷനും. അല്ല, അത് ഞങ്ങൾ ചോദിക്കേണ്ടതാണ്. അല്ല സുധീരോട് പറഞ്ഞത് ഇല്ല എന്ന് ഒരാളും ഒരു നിർദ്ദേശം വെച്ചിട്ടില്ല, ഇത് പഞ്ചായത്തിന്റെ തന്നെയാണ്, ഒരു കാലം വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ 4 വർഷമായിട്ടും കഴിഞ്ഞ ടൈമിലും ഇവിടെ ഭരിച്ചിരുന്നത് LDF ആയിരുന്നു. ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാണ് അല്ലെ? അതിലുള്ള മെമ്പർമാരാണ് ഇപ്പോഴത്തെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അല്ല. ഈ 4ാമത്തെ വർഷമാണ് അവർ ഇതിന് ഒരു 6 ലക്ഷം വെച്ചത്. അപ്പൊ ഇതാരും ഇതുവരെ പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ തന്നെ തീരുമാനമാണ് എന്നാണ് ഇന്നലെ പറഞ്ഞത്. അത് ശരിയാണോ തെറ്റാണോ? അത് ഇപ്പൊ ഈ പറഞ്ഞ നിലക്ക്, അതായത് ഈ എവിഡൻസ് കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ പഞ്ചായത്ത് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്, ഒരിക്കലും ശരിയല്ല. പക്ഷെ ഞാനിപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ചാനൽ എന്ന് പറഞ്ഞ ഒരു കാര്യം ഇന്നലെ ഞങ്ങളോട് പറഞ്ഞു. ഇനി ഞങ്ങൾക്കാണ് അവരോട് ചോദിക്കാനുള്ളത്. ഇതുപോലെയുള്ള എവിഡൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾ കാണിക്കണം. കാരണം ഇത് ഞങ്ങളാണ് ഈ സാധനം ആദ്യം പുറത്തു വിട്ടത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ അത് പറയാൻ തയ്യാറാവണം. ഇതുപോലെ അതാണ് ചാനലിന് പറയാനുള്ളത്. ഇദ്ദേഹത്തിന്റെ, അതായത് ഷാൻഡി ജോസഫ് എന്ന പൊതുപ്രവർത്തകന്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് മുമ്പിൽ ഇദ്ദേഹം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ എന്ന് പറയുന്ന ചാനൽ എന്ന് പറഞ്ഞ ഷാൻഡി ജോസഫിന്റെ ഒപ്പം നിൽക്കുന്നതല്ല, പഞ്ചായത്തിന്റെയും ഒപ്പം നിൽക്കുന്നതല്ല, നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ താങ്കളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ തയ്യാറായത്. ന്യായമല്ലേ?
അപ്പോ ഇനി പറയേണ്ടത് പഞ്ചായത്താണ്. ഇത് ചോദിക്കാനുള്ളത് പഞ്ചായത്തിനോടാണ്. ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ ഉത്തരം പറയണം. എന്താണ് പറയാനുള്ളത്? ഇവർ ജനങ്ങളോട് ഇതിന് മറുപടി പറയണം. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പറഞ്ഞ നുണക്കി, കാരണം ഒരു സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയ ജനപ്രതിനിധികൾ ഒരു മീഡിയയുടെ മുന്നിൽ നിന്നുകൊണ്ട് നട്ടുച്ചയ്ക്ക് പച്ചക്കള്ളം പറഞ്ഞു അല്ലെ? ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയേണ്ടത് രേഖാമൂലം ഇതിന്റെ മുമ്പിൽ, ചാനലിന്റെ മുമ്പിൽ, ജനങ്ങൾക്ക് മുമ്പിൽ വരേണ്ടത് നിങ്ങളാണ്. ഇദ്ദേഹത്തിന്റെ പക്ഷം കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോടാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള സത്യം. എന്തുകൊണ്ട് ഈ ഒരു പൊതുപ്രവർത്തകനെ ജനങ്ങളുടെ മുമ്പിൽ എട്ടുകാലി മമ്മൂഞ്ഞാക്കി? എന്ത് കാരണത്തിന്, എന്ത് കാര്യസാധ്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ഒരു പേര് നിങ്ങൾ ഉച്ചരിച്ചതെന്നും അത് ആർക്ക് വേണ്ടിയാണ് അങ്ങനെ സംസാരിച്ചതെന്നും ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്. ഇനി എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ? ഇവര് ഇപ്പൊ ചെയ്തേക്കണതേ സത്യപ്രതിജ്ഞാ ലംഘനമാണ്. കാരണം പബ്ലിക്കിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വസ്തുപരമായ കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട്, ഒരു പബ്ലിക് രേഖയെ മറച്ചു വെച്ചുകൊണ്ട് നട്ടുച്ചയ്ക്ക് നുണ പറഞ്ഞിരിക്കുകയാണ്, ആളുകളെ പറ്റിക്കുകയാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതിൽ ആ സ്ഥാനത്ത് തുടരാൻ യാതൊരു അർഹതയില്ല. അതുകൊണ്ട് അത് അവർ ആലോചിക്കണം. ഇങ്ങനെയുള്ള ഞങ്ങൾ ഈ സ്ഥാനത്ത് തുടരണോ? ഇവരെന്തിനാ? ജനങ്ങളുടെ സേവകരായിട്ടിരിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ജനങ്ങളെ സേവിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് അവരോട് തന്നെ ചോദിക്കട്ടെ. കാരണം അവരെ ടാങ്കിലുള്ളത് അവരുടെ ടാപ്പിലൂടെ വരുള്ളൂ. എന്നിരുന്നാലും ഒരു ഫിൽറ്ററെങ്കിലും വെച്ചിട്ട് ഇനിയെങ്കിലും ആ ടാപ്പിലൂടെ നല്ലത് വരുത്താൻ ശ്രമിക്കട്ടെ. അതിന് അവർക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരെയാണ്. എനിക്കൊരു പണക്കില്ല അവരോട്. അപ്പോ പഞ്ചായത്തിനുള്ള എല്ലാ ആശംസകളും ഷാൻഡി ജോസഫ് എന്ന പൊതുപ്രവർത്തകൻ തന്നു കഴിഞ്ഞു. ഇനി ആശംസ പറയേണ്ടത് ഞങ്ങളാണ്. ആ ആശംസ പറയണമെങ്കിൽ നിങ്ങളിലുള്ള തെളിവുകൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഞങ്ങളിൽ സബ്മിറ്റ് ചെയ്യുക. ഒരു കാര്യം പറയാനുള്ളത്, സത്യമായി മാത്രമാണ് ഞങ്ങൾ ഇന്ന് വരെ ജനങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെച്ചിട്ടുള്ളൂ. ഈ വിഷയവും ഞങ്ങൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുവരും. പഞ്ചായത്തിന് പറയാനുള്ളത്, എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തിനുള്ളിൽ ഞങ്ങളോട് പറയുക. അല്ലെങ്കിൽ ഞങ്ങളുടെ പക്ഷം പഞ്ചായത്ത് കള്ളനാണെന്ന് ഞങ്ങൾക്ക് പച്ചക്ക് വിളിച്ച് പറയേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പിന്നെ മാളയിലെ പത്രക്കാരോട് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യമാണ്, ഷാൻഡി ജോസഫ് എന്ന വ്യക്തിയോട് എനിക്ക് ഒരു പ്രശ്നമില്ല, ചാനലിലുമില്ല വിഷയം. അതായത് പ്രസ് ക്ലബ്ബ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളോടും എനിക്ക് വ്യക്തിപരമായി ഒരു ബുദ്ധിമുട്ടില്ല, ചാനലിലുമില്ല. പക്ഷേ നമ്മളെ ഭരിക്കുന്ന പഞ്ചായത്ത് ഒരാളെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ അത് ജനങ്ങളെ മുമ്പിൽ എത്തിക്കുന്നതും അതോടൊപ്പം തന്നെ ഇദ്ദേഹം അങ്ങനെ കള്ളനാണോ എന്ന് വരുത്തി തീർക്കുന്ന ഒരു രീതിയാണോ എന്നും ഞാൻ കേട്ടപ്പോഴും കണ്ടപ്പോഴും മനസ്സിലായപ്പോൾ അത് ഞാൻ സ്വാഭാവികമായിട്ട് പത്രക്കാരൻ എന്ന നിലയിൽ എൻ്റെതായ രീതിയിൽ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അത് ഞാനൊരിക്കലും ഒരു തെറ്റായിട്ട് കണ്ടിട്ടില്ലേ. ഇനിയും അത് തന്നെ തുടരും. സത്യം കൊണ്ടുവരാൻ ശ്രമിക്കും. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സത്യം ഇദ്ദേഹം പറഞ്ഞു, പഞ്ചായത്തിൻ്റെ ന്യായം ഇനി പറയാനുണ്ടെങ്കിൽ അത് ഞങ്ങൾ കേൾക്കും. അത് പത്രക്കാരൻ എന്ന യഥാർത്ഥത്തിലുള്ള എൻ്റെ ധർമ്മമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഒപ്പം തന്നെ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്നും എല്ലാവരുടെ അടുത്ത് എത്തട്ടെ. ഈ കഥകൾ എല്ലാവരും ഒന്ന് അറിയട്ടെ. നമ്മുടെ ആശുപത്രിയുടെ വിവരങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. എനിക്കത് മതി. ഞാൻ ഇനിയും ജനപക്ഷ നിലപാടുകളായി മുന്നോട്ട് പോകും. അതാർക്കും തടസ്സപ്പെടുത്താൻ സാധിക്കില്ല. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.